ഒരു മനുഷ്യജീവന് ഏതാണോ ആവശ്യം അതുണ്ട് ഇവിടെ. കലാപരിപാടി കണ്ട് ആസ്വദിക്കുക, ആ മേൽപ്പത്തിലൂടെ എടുത്ത് കിടന്നാൽ മതി, എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാം. ഇനി അതല്ല, അമ്പലത്തിലെ കൊട്ടും വാദ്യം കണ്ടിരിക്കുക, 24 മണിക്കൂർ അവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് ഉച്ചപൂജ കണ്ട് കൊട്ടുണ്ടാവും, പന്തീര് കഴിഞ്ഞാൽ കൊട്ടുണ്ടാവും, ആനപ്പുറത്ത് കയറിയ കൊട്ടുണ്ടാവും, ഇത് കഴിഞ്ഞാൽ പാടകം ഉണ്ടാവും, കൂത്തുണ്ടാവും. ഇങ്ങനെ അത് നടന്നു കഴിഞ്ഞാൽ രാത്രി 2:30 ആവും കഴിയുമ്പോഴേക്ക് 3 മണിക്ക് നടക്കുകയായി. ഇത്ര സമയമുള്ളൂ. അപ്പോൾ ഏതാണോ ഒരു ഭക്തന് ഇഷ്ടച്ചാൽ അതിനോട് ലയിച്ച് ചേരുന്നതാണ് ഉത്സവം. അപ്പോൾ അത്രയും ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈതന്യം വർദ്ധിച്ച ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം വർദ്ധിച്ച് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതിൻ്റെ തെളിവും കൂടിയായി ഈ നൃത്തം. ആളുകൾ വരിക എന്നുള്ളത്. ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുംഭമാസത്തിൽ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അവിടെ വിഷുവിൻ്റെ അന്ന് വിഷു കണി കാണൽ വളരെ വിശേഷമാണ്. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകതയാണ്. 2:30 മണിയാകുമ്പോഴേക്കും കണി കാണും. കണി കണ്ടിട്ട് അത് ഇതാവുള്ളൂ. അന്ന് വിശേഷാൽ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. വിഷുവിൻ്റെ അന്ന് നമസ്കാരം. 3 വിശേഷങ്ങൾ കൊല്ലത്തിലെ ഗുരുവായൂരപ്പൻ്റെ നേരിട്ട് ചിലവാന്നാണ് പറയുക.